വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണ്. മുഹമ്മദ് അസ്ലമുണ്ട്. അസ്ലം, വടക്കൻ കേരളം വളരെ പ്രധാനപ്പെട്ടതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച്. കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് വടക്കൻ കേരളത്തിലൂടെ സാധ്യമാകൂ എന്നുള്ളതാണ്. BJPക്കും ചില പ്രതീക്ഷയുണ്ട് മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങളിൽ. അസ്ലം, എന്താണ് വടക്കൻ കേരളത്തിലെ നിലവിലെ സ്ഥിതി? കോൺഗ്രസ് എങ്ങനെ ഇൻറോഡ് ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്? അവരുടെ പ്ലാൻ എന്താണ്? അജിംസ്, പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 60 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് വടക്കൻ കേരളം. ഇതിൽ നിലവിൽ അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ 37 സീറ്റുകൾ LDFനും 23 സീറ്റുകൾ UDFനും എന്ന നിലയിൽ LDFന് കൃത്യമായ ഒരു മേൽക്കോയ്മ, ഒരു അപ്പർ ഹാൻഡുള്ള സ്ഥലമാണ് മലബാർ മേഖല അല്ലെങ്കിൽ വടക്കൻ ജില്ല എന്ന് പറയുന്നത്. ഇവിടെ ഇതിനെ റിവേഴ്സ് ആക്കുക എന്നുള്ളതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. അതായത് നിലവിലെ അവസ്ഥയിൽ നിന്നും LDFന് 37 എന്ന് പറയുന്നത് UDFിലേക്കും അതുപോലെ തിരിച്ചും ആകുന്നതാണ് ശരിക്കും അവർ പ്രധാനമായും വയ്ക്കുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ജില്ലകളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലാണ് UDFിന് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത്. നിലവിൽ 16-ൽ 13 അവർക്ക് തന്നെയാണ് നിൽക്കുന്നത്. അതിൽ 2 സീറ്റുകൾ കൂടി, ഏതെങ്കിലും 2 സീറ്റുകൾ, അതായത് ഇപ്പോൾ തവനൂരുണ്ട്, അതോടൊപ്പം തന്നെ താനൂരുണ്ട്, പൊന്നാനിയുണ്ട്. ഈ 3 സീറ്റുകൾ 2 സീറ്റുകൾ കൂടി പിടിച്ചെടുക്കുമെന്ന് അവർ ആത്മവിശ്വാസം വയ്ക്കുന്നു. കോഴിക്കോടാണ് UDF ഒരു വലിയ ആത്മവിശ്വാസം വയ്ക്കുന്ന സ്ഥലം. കോഴിക്കോട് നിലവിൽ 13 സീറ്റുകൾ, 2 സീറ്റുകൾ മാത്രമാണ് KK രമയുടെ വടകരയും കൊടുവള്ളിയിൽ മുസ്ലിം ലീഗ് യൂത്ത് MK മുനീർ വിജയിച്ചത് മാത്രമാണ്. അതായത് 13-ൽ 11 സീറ്റുകളും LDF പിടിച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ 5 സീറ്റെങ്കിലും ഉറപ്പായിട്ടും തിരിച്ചു പിടിക്കും എന്നതാണ് UDFിന്റെ വലിയൊരു ആത്മവിശ്വാസം വയ്ക്കുന്നത്. അതിൽ ലീഗിന്റെ സീറ്റുകളുടെ കുറ്റ്യാടി ഉണ്ട്, അതോടൊപ്പം തന്നെ കോഴിക്കോട് സൗത്ത് ഉണ്ട്, തിരുവമ്പാടി, അത് ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും തിരിച്ചു പിടിക്കും എന്നവർ പറയുന്നു. മറ്റൊന്ന് കൊയിലാണ്ടിയും നാദാപുരം, ഈ 5 സീറ്റുകൾ എന്തായാലും തിരിച്ചു പിടിക്കും കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് UDF പങ്കുവയ്ക്കുന്നത്. പാലക്കാടും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. പാലക്കാട് നിലവിൽ 2 സീറ്റുകൾ മാത്രമാണ് ശരിക്കും. 12 സീറ്റുകളിൽ 10 LDFും 2 UDF. പാലക്കാടും മണ്ണാർക്കാടും. അവിടുന്ന് തൃത്താലയും ചിറ്റൂരും ഒരുപക്ഷെ ഒരു പരീക്ഷണത്തിലൂടെ കോങ്ങാടും അല്ലെങ്കിൽ ഒറ്റപ്പാലം കൂടി പിടിക്കാനുള്ള സാധ്യത. 2 സീറ്റെങ്കിലും കുറഞ്ഞത് അവിടുന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ണൂരിലാണെങ്കിൽ അവർ ഏറ്റവും പ്രതീക്ഷ വെച്ച സീറ്റ് കണ്ണൂരാണ്. അതിന്റെ അവസ്ഥ നമുക്കറിയാം. സുധാകരൻ മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ ഉറച്ചു നിൽക്കുന്നതോടുകൂടി എന്താവുമെന്ന് അറിയില്ല. കാസർഗോഡാണെങ്കിൽ 2-നൊപ്പം ഉദുമ സീറ്റ് കൂടെ പ്രതീക്ഷിക്കുന്നു. വയനാടാണെങ്കിൽ മാനന്തവാടി സീറ്റ് കൂടെ. അങ്ങനെ ഒരു 15 സീറ്റിലധികമെങ്കിലും അധികം നേടിക്കൊണ്ട് 37 സീറ്റിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ. LDFിനെ സംബന്ധിച്ചുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടെങ്കിൽ പോലും അതിന് ശക്തമായി തന്നെ താഴെത്തട്ടിലെ ആദ്യഘട്ടത്തിൽ വീടുകൾ കയറി പ്രചരണം നടന്നു. തുടർന്ന് അങ്ങോട്ട് സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികൾ സംബന്ധിച്ചുള്ള കൃത്യമായ പ്രചരണം എല്ലാ തരത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും അതോടൊപ്പം നേരിട്ടും പ്രചരണം നടത്തുന്നു. മാത്രമല്ല UDFിന് അവസാന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പട്ടിക തന്നെ നേരത്തെ വരുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ഘട്ടത്തിൽ പോലും എപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് ഒക്കെ എത്തിയതിൻ്റെതായ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഒരു കല്ലുകടിയെ നിൽക്കുന്ന ഒരു ആത്മവിശ്വാസം കുറവ് UDFിനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ LDFിനെ സംബന്ധിച്ചോളം വലിയ അടി ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിലോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലോ മലപ്പുറം ജില്ലയിലോ ചില സീറ്റുകൾ കുറഞ്ഞേക്കാം എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മലബാറിൽ മേധാവിത്വം നിലനിർത്താൻ കഴിയുന്ന ആത്മവിശ്വാസം തന്നെയാണ് നിലവിൽ പങ്കുവയ്ക്കുന്നത്. കാരണം കോഴിക്കോടാണെങ്കിലും പാലക്കാടാണെങ്കിലും അതിൽ കണ്ണൂരാണെങ്കിലൊക്കെ തന്നെ കണ്ണൂരും പാലക്കാടും കോഴിക്കോട് എന്ന് പറയുന്ന LDFിന്റെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ് മലബാറിൽ. ഈ സ്ഥലങ്ങളിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ, കണ്ണൂരിൽ എന്തായാലും വലിയ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് ആത്മവിശ്വാസത്തിൽ പറയുന്നു. കോഴിക്കോട് ഒരുപക്ഷെ 2-3 സീറ്റുകൾ കുറഞ്ഞാൽ പോലും അവർക്ക് മേൽക്കൈ നിലനിർത്താൻ കഴിയും. പാലക്കാട് ഒരുപക്ഷെ 1-2 സീറ്റുകൾ മാത്രമേ കുറവുണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഒരു 2 പാർട്ടികൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സ്ഥലമാണ്. BJPയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഉറ്റുനോക്കുന്ന 2 കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പാലക്കാട് തന്നെയാണ്. അത് പാലക്കാട് ഒരുപക്ഷെ കഴിഞ്ഞ 18,000-ലധികം ഭൂരിപക്ഷത്തിനാണ് UDF ജയിച്ചെങ്കിൽ പോലും ഇത്തവണ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വിവാദത്തിൽപ്പെട്ട് അദ്ദേഹം മാറി നിൽക്കുന്നു. അടുത്ത ഏത് സ്ഥാനാർത്ഥിയാകും, രമേശ് ബിഷേരുടെ ആകും എന്നുള്ള സൂചനകൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരു ശക്തനായ സ്ഥാനാർത്ഥി അവർക്കുണ്ടാകുമോ, എത്രത്തോളം വിജയിക്കുമെന്ന് അല്ലെങ്കിൽ അവിടെ എത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയുന്ന ചോദ്യം നിൽക്കുന്നു. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചോളം സ്റ്റാർ കാൻഡിഡേറ്റ് ആണ് പാലക്കാട് നിയോജനം. പാലക്കാട് ഒരു വലിയ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥി അയക്കുമെന്നുള്ള ചില അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വലിയ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പുള്ളത്. രണ്ടാമത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് മഞ്ചേശ്വരം തന്നെയാണ്. മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ മാസങ്ങളായി തന്നെ അദ്ദേഹം ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വോട്ടുകളുടെ എണ്ണത്തിൽ ഒരുപക്ഷെ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ UDFിനൊക്കെ കഴിഞ്ഞിട്ടെങ്കിൽ പോലും ചില അവസാന ഘട്ടത്തിൽ നേരത്തെ അജിം സൂചിപ്പിച്ചതുപോലെ SIR വലിയ തോതിൽ അവർക്ക് അവിടെ ഇടം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവസാനഘട്ട വോട്ടർ പട്ടികയിൽ വീണ്ടും പേര് ചേർക്കാനുള്ള അവസരം ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ BJPയുടെ പൂർണ്ണമായ RSSന്റെ പൂർണ്ണമായ കേഡർ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും മഞ്ചേശ്വരത്ത് ഇത്തവണ വിജയിക്കാൻ കഴിയുന്ന പ്രതീക്ഷ വയ്ക്കുന്നു. ഈ 2 മണ്ഡലങ്ങളാണ് അവർക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത്. അതോടൊപ്പം തന്നെ ബേപ്പൂരാണെങ്കിലും കോഴിക്കോട് നോർത്താണെങ്കിലും പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും വലിയ മുന്നേറ്റം അവർ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്.
എന്തായാലും മൂന്ന് മുന്നണികളും അവരുടെ ഒരുക്കങ്ങളെല്ലാം സജീവമായി തന്നെ ഉണ്ട്. UDF ഒരു വലിയ പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം അവരുടെ മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിൽ സീറ്റ് നിർണ്ണയം അവർ എത്രത്തോളം കൃത്യമായി ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ എത്ര വേഗം അവർക്ക് പ്ലേസ് ചെയ്യാൻ കഴിയും എന്നതനുസരിച്ചിരിക്കും അവരുടെ പെർഫോമൻസ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മേൽക്കൈ മലബാർ മേഖലയിൽ ഉണ്ടായിരുന്നു. അത് മലപ്പുറത്ത് മാത്രമല്ല, കോഴിക്കോടും പാലക്കാടും ഒക്കെ തന്നെ, വയനാടും ഒക്കെ തന്നെ, കാസർഗോഡൊക്കെ തന്നെയും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് മലബാർ. എന്തായാലും 60 സീറ്റുകളിൽ എത്ര സീറ്റ് LDF നിലനിർത്താൻ കഴിയും, നിലവിലുള്ള 37 സീറ്റിൽ എത്ര സീറ്റ് LDF നിലനിർത്താൻ കഴിയും, നിലവിൽ 23-ലും എത്രത്തോളം സീറ്റുകൾ UDF മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് മലബാറിൽ നമുക്ക് അറിയേണ്ട ചോദ്യം അല്ലെങ്കിൽ അറിയേണ്ട. എന്തായാലും 4 മണിക്ക്